നമസ്കാരം. ദിലീപ് വിഷയം കൊടുമ്പിരി കൊണ്ട് വിവാദങ്ങളുടെ തിരികൊളുത്തി ഒട്ടും കെട്ടടങ്ങാതെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇതെവിടേക്കാണ് ഈ സമൂഹത്തിൻ്റെ ചിന്തകൾ പോകുന്നത്? ഈ വിഷയം എങ്ങോട്ടാണ് പോകുന്നത്? ഒരു കോടതി വിധി പോലും തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലയ്ക്ക് പ്രതികരിക്കുന്ന ഒരുപറ്റം ആളുകൾ, അത് ഭൂരിപക്ഷമാണോ അല്ലെങ്കിൽ ന്യൂനപക്ഷമാണോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ, അതിലെ സാധ്യതകൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള പരിശോധനകളൊക്കെ നമുക്ക് ഇമോഷണലായിട്ട് പരിശോധിക്കുന്നതിന് പരമായി അതിനെ നിയമപരമായിട്ട് നിയമം എന്താണ് പറയുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ABC ഇന്ന് ഈ ചർച്ചയ്ക്ക് ഈ വിഷയം വിധേയമാക്കുമ്പോൾ കേരളത്തിലെ അതിപ്രശസ്തനായിട്ടുള്ളൊരു നിയമ വിദഗ്ധനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഈ തരത്തിൽ ഒരു വിശകലനം ഈ വിഷയത്തിൽ ഇതിനു മുമ്പ് കോടതിക്ക് പുറത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിനിപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം ആ ആളെക്കുറിച്ച് അറിയുമ്പോഴാണ്. അദ്ദേഹം കേരളത്തിന് അതിപരിചിതനായിട്ടുള്ള ഒരാളാണ്. ഡോക്ടർ PP വിജയൻ സാർ. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന മൈൻഡ് പവർ ട്രെയിനറാണ്, ബിസിനസ് കോച്ചാണ്. നിരവധി രംഗങ്ങളിൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന 25ഓളം വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം ഒരു നിയമ വിദഗ്ധനാണ്. കേരള പോലീസിനും കേരള നിയമ സംവിധാനങ്ങൾക്കും ഒക്കെ നിരവധി വർഷങ്ങളായി ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന, ലോ അക്കാഡമിയിൽ അധ്യാപകനായിരുന്ന, ബേസിക് കോഴ്സ് കഴിഞ്ഞ് LLM കഴിഞ്ഞ് ലോയിൽ PhD നേടിയിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. ഇന്ന് ഹൈക്കോടതിയിൽ ഒരു നിയമജ്ഞനായിട്ട് ജോലി ചെയ്യുകയും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങളൊക്കെ വെച്ചുകൊണ്ട്, ഈ ഒരു പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ദിലീപുമായി ബന്ധപ്പെട്ട ഈ കേസിൽ കോടതി വിധി പ്രസ്താവിച്ച് ആഴ്ച 1 കഴിഞ്ഞ ഈ സമയത്തും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ ചർച്ചകൾക്കൊടുവിൽ അതിൻ്റെ നിയമ സാധ്യതകൾ, ഈ നാൾ വഴികളൊക്കെ പരിശോധിച്ചുകൊണ്ട് ഒരു ഒട്ടനവധി സംശയങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും. ആരുടെ കൂടെയാണ് ജനം നിൽക്കേണ്ടത്? ഇപ്പോഴും നിരവധി ആളുകൾ വിളിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ പറയുന്നത് അയാൾ കുറ്റക്കാരനാണ് എന്ന് തന്നെയാണ്. അപ്പോൾ കോടതിയുടെ വിധി എന്താണ്? ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? സ്വാഗതം ഡോക്ടർ PP വിജയൻ സാർ. സുനിജി സാർ, ഇപ്പോൾ ഈ പറഞ്ഞു തന്നെയാണ്, സാധാരണക്കാരായ ആളുകൾക്ക് ഇപ്പോഴും ഈ വിധിയെക്കുറിച്ച് കൃത്യമായ ഒരു വിവരമില്ല, കൃത്യമായിട്ട് അറിവില്ല. രണ്ട് പക്ഷത്ത് നിൽക്കുകയാണ്. അതിജീവിതയുടെ പക്ഷത്ത് നിൽക്കുന്നു, ഇപ്പുറത്തേക്ക് ദിലീപിൻ്റെ പക്ഷത്ത് നിൽക്കുന്നു. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്, കോടതിയിൽ നിന്നൊരു വിധി വരുമ്പോൾ ഇത് അവസാനത്തെ കോടതിയല്ലല്ലോ, കോടതിയിൽ ഇനിയും വരാനുള്ള വിധി എന്ന് പറഞ്ഞിട്ട് ഒരു തെറ്റിദ്ധാരണാജനകമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് പലരും ചാനൽ ചർച്ചയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, സാധാരണക്കാരുടെ ലെവലിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്. അതായത് ഈ ഒരു കേസിൽ ഈ പറയുന്ന ദിലീപിനാണെങ്കിൽ അല്ലെങ്കിൽ ഈ കുറ്റം ചെയ്തവർക്കാണെങ്കിൽ ഒരു മോട്ടീവ് ഉണ്ടാകണം. ഒരു ലക്ഷ്യമില്ലാതെ എന്തിനാണ് ഇത്തരം ഒരു കൃത്യം നടത്തുന്നത്? ഇനി മറ്റൊന്ന്, അങ്ങനെ ഒരു ലക്ഷ്യം വേണമെങ്കിൽ ഇതിന് പിന്നെ ഒരു ഗൂഢാലോചന വേണം. എന്ത് ഗൂഢാലോചനയാണ് ഇത്? ഈ പറയുന്ന പ്രോസിക്യൂഷൻ കൃത്യമായി തെളിയിക്കാത്തതുകൊണ്ടാണ് ദിലീപ് രക്ഷപ്പെട്ടത്. ഇതാണ് പൊതുവെ സാധാരണ ജനങ്ങളുടെ ഒരു ചിന്താഗതി. ശരിയാണോ? ഓക്കെ. ഞാൻ ഈ ഹൈക്കോടതിയിലെ ഒരു അഡ്വക്കേറ്റ് എന്നുള്ളതിലുപരി ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. ഒരുപാട് കാലമായിട്ട് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മേഖലയിലാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു സൈക്കോളജിയാണ്. അപ്പോൾ ഈ ജനങ്ങൾ ഒരുപാട് പേര് ഇപ്പോൾ നമുക്ക് പല ചാനലുകളിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, എല്ലാ കേസിനകത്തും ഇങ്ങനെ പല ആൾക്കാരും കോടതിയെ സ്വാധീനിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ശരിക്കും പറയാം, സൈക്കോളജിയിൽ നമ്മൾ പറയുന്നത് ഇതിനൊരു തിയറി ഉണ്ട്, ഡണ്ണിങ് ആൻഡ് ക്രൂഗർ തിയറി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് രണ്ട് പ്രൊഫസേഴ്സ് ഇതിനെക്കുറിച്ച് പഠിച്ച 2 സൈക്കോളജി പ്രൊഫസേഴ്സ് ഇറക്കിയൊരു തിയറിയാണ്. അതായത് ഒരജ്ഞാനിയുടെ ആത്മവിശ്വാസം, ഇതിനെക്കുറിച്ചുള്ള ആ ഒരു ലീഗൽ സാങ്കേതിക വശങ്ങൾ പൂർണ്ണമായിട്ട് അറിയത്തില്ലാത്ത നമ്മളെല്ലാ ഇതിനകത്തും വന്ന് കമൻറ്റ് ചെയ്യുന്നതൊക്കെ ഇതാണ്. എന്ന് വെച്ചാൽ അജ്ഞാനിയുടെ അതിര് കടന്ന ആത്മവിശ്വാസമാണ് ഇവർ പറയുന്നത്. അവർ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോടതിയിൽ എങ്ങനെയാണ് ഒരു കേസ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിനകത്ത് ഇനി എങ്ങനെയൊക്കെ എടുത്താലും ഏതെല്ലാം കോടതിയിൽ പോയാലും അതൊരു മോട്ടീവ് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, സാധാരണ ഇതിൽ ക്രിമിനലോ കൈകാര്യം ചെയ്യുമ്പോൾ 2 എലമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ക്രൈം ആവുകയുള്ളൂ. ഒരു പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ളൊരു ആക്ട് നടക്കണം മസ്റ്റായിട്ട്. നമ്പർ 2, അതിലൊരു മെൻസറിയ എന്നാണ് ലീഗൽ ടേം, അതായത് ഒരു ഗിൽറ്റി മൈൻഡ്. അപ്പോൾ ഇവിടെ ഗിൽറ്റി മൈൻഡോടുകൂടി ഈ മിസ്റ്റർ ദിലീപ് അങ്ങനൊരു കാര്യം ചെയ്യണമെന്ന് ഗിൽറ്റി മൈൻഡോടുകൂടി അയാൾക്കൊരു മോട്ടീവ് ഉണ്ടാകണം. സാധാരണഗതിയിൽ ഒരാളെ റേപ്പ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ആ റേപ്പിസ്റ്റിനൊരു മോട്ടീവ് ഉണ്ട്. ഓക്കെ, അതെല്ലാവർക്കും വളരെ വ്യക്തമാണ്. റേപ്പിസ്റ്റിനുണ്ടാകുന്ന മോട്ടീവ് എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. അപ്പം അതല്ലാതെ വേറൊരു മോട്ടീവ്, ഈ മോട്ടീവ് ഇതിനകത്ത് ഒരു വിധത്തിലും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു കാരണവശാലും ഇതിനകത്ത് ഇനി എവിടെയൊക്കെ പോയാലും
ഇനി അപ്പം തന്നെയല്ല, വളരെ വിപുലമായി വർഷങ്ങളെടുത്ത് വിസ്തരിച്ച്, അപ്പം ഈ കോടതി റൂമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഇരിക്കുന്നവരെല്ലാവരും എല്ലാ അഡ്വക്കേറ്റ്സും ഓഫീസേഴ്സ് ഓഫ് ജസ്റ്റിസ് ആണ്. ഈ വാദ്യം പ്രതിക്കുന്ന വക്കീൽ മാത്രമല്ല, എല്ലാ അഡ്വക്കേറ്റ്സും ഓഫീസേഴ്സ് ഓഫ് ജസ്റ്റിസ് ആണ്. അപ്പം അവരുടെ സാക്ഷിയിൽ നിർത്തിക്കൊണ്ടാണ് ജഡ്ജ് കൈകാര്യം ചെയ്യുന്നത്. ജഡ്ജി ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്തുകൊണ്ട്, റീസൺഡ് ഡിസിഷൻ എന്നാണ് പറയുക, എന്തുകൊണ്ട് ആ ഡിസിഷൻ എന്നുള്ളത് കൃത്യമായിട്ടും അതിനകത്ത് എഴുതണം. ഇതിനകത്ത് ഒരു മോട്ടീവ് ഇല്ലാത്തത് കോടതിക്ക് മോട്ടീവ് ഉണ്ടാക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഏത് കേസ് എങ്ങനെ മെനഞ്ഞെടുത്ത് കഴിഞ്ഞാലും ശരി, ഈ ഒരു മോട്ടീവ് നമുക്ക് അതിനകത്ത് പ്രൂവ് ചെയ്യാൻ പറ്റണം. അതിനകത്ത് മോട്ടീവ് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും, അപ്പോൾ ഇപ്പോൾ തൊട്ട് മുമ്പ് താങ്കൾ പറഞ്ഞു ഇതിനകത്തൊരു കോൺസ്പിറസി ഉണ്ടല്ലോ. അപ്പം എനിക്കിവിടെ തോന്നുന്നത്, ഇത് കേട്ടിട്ട് തോന്നുന്നത്, ഞാൻ സൈക്കോളജി ആസ്പെക്റ്റിൽ ലോയും കൂടെ വെച്ചിട്ട് പറയുക, എനിക്ക് തോന്നുന്നത് ഒരു കൗണ്ടർ കോൺസ്പിറസി ഉണ്ടെന്നുള്ളതാണ്. കൗണ്ടർ കോൺസ്പിറൻസി. കൗണ്ടർ കോൺസ്പിറസി, അതായത് ഈ കുറ്റവാളി ഇത് ചെയ്തു, കുറ്റം നടന്നു, അതെ, അത് കുറെ ആൾക്കാരെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് മിസ്റ്റർ ദിലീപിന്റെ തല കൊണ്ടുവെക്കാമല്ലോ, അതൊരു കോൺസ്പിറസി അല്ലേ? അതെ, ഇറ്റ് കുഡ് ബി എ കോൺസ്പിറസി. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുവാണ്, കോടതി ഇപ്പം ഒരുപാട് തെറ്റിദ്ധാരണകൾ കൊടുത്ത് ദിലീപിനെ ശിക്ഷിച്ചു എന്നിരിക്കട്ടെ. ശിക്ഷിക്കുവാണെങ്കിൽ നിയമത്തോട് ചെയ്യുന്ന എന്തൊരു പാതകമാണത്. അതെ അതെ. ഒരു ജഡ്ജ്മെന്റ് ഡെലിവറി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ജഡ്ജിന്റെ മനസ്സിലിപ്പം എൻ്റെ വളരെ അടുപ്പമുള്ള ഒരുപാട് ജഡ്ജസ് ഉണ്ട്. അപ്പം ഓരോ ജഡ്ജ്മെന്റും ഒരു വിധിക്കുമ്പോഴത്തേക്ക് ഇതിനൊരു കർമ്മദോഷം എനിക്ക് വരരുത്, ഞാൻ ചെയ്യുന്ന ധർമ്മമായിരിക്കണം എന്നാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്കോ എനിക്കോ ഇതിനൊരു കർമ്മദോഷം വരരുത് എന്ന് ഓരോ കേസിനകത്തും ഒരുപാട് കേസസ് അല്ലേ വരുന്നത്. അപ്പോൾ അതിനകത്ത് രണ്ട് അഡ്വക്കേറ്റ്സും ഓരോ പോയിന്റ്സും ഓരോ കാര്യവും പറഞ്ഞ് വാദിക്കുകയാണ്, രണ്ട് സൈഡിൽ നിന്നിട്ട് വാദിക്കുകയാണ്. അപ്പോൾ കിട്ടാവുന്ന എവിഡൻസസ് മുഴുവനും കൊണ്ട് നിരത്തുകയാണ്. അങ്ങനെ എല്ലാ എവിഡൻസസും നിരത്തിയ സമയത്ത് പോലും ഈ ദിലീപിൻ്റെ ഒരു മോട്ടീവ് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു വിധത്തിലൊരു മോട്ടീവ് പ്രൂവ് ചെയ്യാൻ ഇതിൽ പറ്റിയിട്ടില്ല. എന്താണ് ഇതിനകത്ത് മോട്ടീവ്, എന്താണ് എന്ന് പറയൂ, എന്താണ് മോട്ടീവ്? അല്ല, മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഇപ്പം സ്വാഭാവികമായിട്ടും ദിലീപിന് അയാളുടെ ഭാര്യയ്ക്കോ അല്ലെ മറ്റാൾക്കോ വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്യാൻ, അല്ലെ ഒരു ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരു വാടക കൊണ്ടേ വിളിക്കുന്നു. ഈ വാടക കൊണ്ട് അയാൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ഇത്ര രൂപ പ്രതിഫലമായിട്ട് നൽകുന്നത്. ഇതാണ് ഇപ്പോൾ പൊതുജനങ്ങൾ വിശ്വസിക്കുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് സാധാരണ ഇതിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന അതിലൂടെ അയാൾ പ്രതികാരം ചെയ്യാൻ ചോദിക്കുന്നത്. ഈ അതിജീവിതയ്ക്ക് ഇങ്ങനെ ഒരു റേപ്പ് നടന്നാൽ മിസ്റ്റർ ദിലീപിന് എന്ത് നേട്ടം ഉണ്ടാകുക? അല്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. ദിലീപ്, അതായത് ഇവിടുത്തെ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ദിലീപിനെ സഹായിച്ചു, അല്ലെ വേണ്ട രീതിയിലുള്ള തെളിവുകൾ കാണിച്ചില്ല എന്നാണ് ഉന്നയിക്കപ്പെടുന്ന ആരോപണം. അങ്ങനെയാണെങ്കിൽ ഈ പ്രോസിക്യൂഷൻ ദിലീപിന് വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്തു. പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന ആരാ ഇവിടെ? ഇവിടെ സർക്കാർ വക്കീൽ, സർക്കാരാണ്. അതാ കേരള ഗവൺമെന്റിന്റെ മുഴുവൻ സപ്പോർട്ടോടുകൂടി ജനം ഉറ്റുനോക്കുന്ന ഭരണത്തിന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് അതിനി ആൾ ചേരുന്നില്ലെങ്കിൽ വേറൊരാളെ, ഇല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നുള്ള ആളെ ആരെ വേണമെങ്കിലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് വെക്കാനുള്ള ഒരു എൻറ്റയർ സംവിധാനമാണ്, ഗവൺമെന്റിന്റെ സംവിധാനമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ പ്രോസിക്യൂഷൻ അതിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് അവിടെ പരാജയപ്പെടുന്നു. കാരണം അവർക്ക് ആരെയും വെക്കാം, അതിനകത്ത് ആരെ വേണമെങ്കിലും വെക്കാം. ഇനി ആ പ്രോസിക്യൂഷൻ അസിസ്റ്റ് ചെയ്യാനും വേണേൽ ആളെ വെക്കാം. അപ്പം പ്രോസിക്യൂഷൻ അങ്ങനെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സർക്കാരിന്റെ പരാജയം. പ്രോസിക്യൂഷൻ ഒരാളിന്റെ മുകളിലല്ല ഉണ്ടാക്കുന്നത്. ഇൻകോമ്പിറ്റന്റ് ആയിട്ടുള്ള ഈ ഒരു എന്താണ്, നമുക്കൊരു തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് പോലെ ഒരാളെ കൊണ്ട് പ്രാപ്തി ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഒരു സംഭവം നമ്മൾ വിവരിക്കുമ്പോൾ ഒരു മീഡിയം റേഞ്ചിലുള്ള ഒരു അഡ്വക്കേറ്റ് ആണെങ്കിലും അതിജീവിതയ്ക്ക് വേണ്ടി വാദിക്കുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് എന്തൊക്കെ വാദമാണെങ്കിലും ശരി, ഈ ഓപ്പോസിറ്റ് പറയുന്ന കാര്യം ഏറ്റവും വലിയ കേമനാണ് കൊണ്ടുവന്ന് നടത്തിക്കുക, അതങ്ങ് നടത്തി കൊടുക്കുക എന്നുള്ളതല്ല ജഡ്ജിൻ്റെ ജോലി. ജഡ്ജി ഇത് രണ്ടും കേട്ടതിന് ശേഷം വളരെ വ്യക്തമായിട്ട് ഈ കുറ്റാരോപിതൻ, ഇദ്ദേഹം ഒരു കുറ്റാരോപിതൻ മാത്രമാണ്. അപ്പം സംശയലേശമന്യേ ബിയോണ്ട് ഓൾ റീസണബിൾ ഡൗട്ട് ഇറ്റ് ഷുഡ് ബി പ്രൂവ്ഡ്. പക്ഷെ ഇവിടെ ഒരു മോട്ടീവ് കാണുന്നില്ല. അവിടെ ജഡ്ജിന് ബയാസ്ഡ് ആവാൻ പറ്റാത്ത സാഹചര്യവുമുണ്ട്. അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ആൾക്കാരുടെയോ മീഡിയയുടെയോ സോഷ്യൽ മീഡിയയുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നീതിയെ വളച്ചൊടിക്കാൻ ഒരു ജഡ്ജിന് ഒരിക്കലും പറ്റില്ല. ഒരു കാരണവശാലും ജഡ്ജി അത് ചെയ്യും. അത് കിട്ടാത്തതാണ് ഇപ്പൊ പ്രശ്നം. പണ്ടൊക്കെ നമ്മുടെ കോടതിയില് ഇപ്പം സത്യമേവ ജയതേ എന്നാണ് ജഡ്ജിന്റെ ബാക്കിൽ എഴുതിയേക്കുന്നത്. അപ്പൊ ഞാനൊക്കെ പഠിച്ച് കോടതിക്ക് വരുന്ന പണ്ടത്തെ കാലത്ത് ഫിയറ്റ് ജസ്റ്റേഷ്യ റോട്ട് കോളം എന്നും പറഞ്ഞൊരു റോമൻ സെന്റൻസ് ആണ്.
അപ്പോൾ അത് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പിലാക്കും. ആ കേരളത്തിലെ ഈ 3 കോടി ആൾക്കാർ ജഡ്ജിനെ എതിർത്താൽ പോലും ജഡ്ജ് അത് കൂസത്തില്ല. നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ്. പ്രോസിക്യൂഷൻ ചിലപ്പോൾ വീക്കായിരിക്കാം, അത് ഭയങ്കരമായിട്ട്. പക്ഷെ പ്രോസിക്യൂഷൻ കൊടുത്ത തെളിവുകളുണ്ടല്ലോ, സംസാരിക്കുന്ന വീക്കാണെങ്കിലും പ്രോസിക്യൂഷൻ. അപ്പം തെളിവുകൾ എന്ന് പറഞ്ഞാൽ ആര് കൊടുത്തതാ? പോലീസ് കൊടുത്തതാ. അതെ, പോലീസിലെ ഏറ്റവും പ്രഗത്ഭരായ ആൾക്കാർ, കിട്ടാവുന്ന ഏറ്റവും പ്രഗത്ഭരായ ആൾക്കാർ അന്വേഷിച്ച് മാസങ്ങളും വർഷങ്ങളും എടുത്ത് അന്വേഷിച്ചിട്ട് കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ ആ എവിഡൻസിൽ നിന്നും എന്താണ് ജഡ്ജിന് മനസ്സിലാക്കാം. ആ ഓരോ എവിഡൻസും തെറ്റാണെന്ന് തെളിയിക്കാനായിട്ടുള്ള കഴിവ് മിസ്റ്റർ ദിലീപിൻ്റെ വക്കീലിന് ഉണ്ടാവണം. ഓക്കെ, അപ്പം അതല്ല എന്നുള്ള തെളിവുകൾ കൊടുത്തു കഴിഞ്ഞാൽ സ്പീക്കിംഗ് എവിഡൻസസ് ആണ്. ഇവിടുത്തെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ദിലീപ് എന്ന് പറയുന്നത് ഒരു കാലത്ത് മലയാള സിനിമയുടെ ഒരു കൺട്രോളറായിരുന്നു. എന്ന് പറഞ്ഞാൽ സിനിമ അഭിനേതാവുണ്ട്, നിർമ്മാതാവാണ്, തിയേറ്ററുകളുടെ റിലീസിംഗ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്തിമ തീരുമാനം എടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തി മലയാള സിനിമയെ മുഴുവൻ കൈവെള്ളയിൽ ഒതുക്കിയ സിനിമ നടനം. അങ്ങനെയുള്ള ദിലീപിന് കോടതിയെ അല്ലെങ്കിൽ അഭിഭാഷകരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അന്നത്തെ ആ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് ദിലീപ് രക്ഷപ്പെട്ടത്. ഇതാണ് ജനങ്ങളുടെ മുമ്പിൽ ഒരു വിഭാഗത്തിന്റെ മലയാളം വിശ്വസിക്കുന്നു. ജനങ്ങൾ വിശ്വസിക്കുന്ന കാര്യമാണ്. വിശ്വാസം മാത്രമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് നോക്കുമ്പോൾ നമ്മൾ സൈക്കോളജി കൂടെ നോക്കണമല്ലോ. സൈക്കോളജി, നിയമവും എല്ലാം വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ദിലീപ് ആരായിരുന്നു എന്നുള്ളതോ, ദിലീപിൻ്റെ ധാർഷ്ട്യം ഉണ്ടായിരുന്നുള്ളതോ, അഹങ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളതോ, അതൊക്കെ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ഓൾ ടുഗദർ. കോടതിയുടെ മുന്നേ വരുമ്പോഴത്തേക്കും ഒരു ആരോപിതൻ, കുറ്റാരോപിതൻ മാത്രമാണ്, അയാളുടെ ബാക്ക്ഗ്രൗണ്ടോ ഇത് ചെയ്ത്. പക്ഷെ ഇവിടെ കണക്ക് കൂട്ടാവുന്നതെന്ന് പറഞ്ഞാൽ ജഡ്ജ് കർശനമായിട്ട് നോക്കിയിട്ടുള്ളത് ദിലീപിനെ നേരത്തെ എത്ര കേസിൽ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, എത്ര കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഹിസ്റ്ററി. അപ്പൊ അയാളുടെ കേസിനകത്ത് ഇന്ന് വരെ ഒരു കേസിൽ പോലും ശിക്ഷിക്കപ്പെട്ടതില്ല. ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാതെ, ക്രിമിനൽ പശ്ചാത്തലം കാണുന്നില്ല. ഇത് ആദ്യമായിട്ട് വന്നൊരു ആരോപണമാണ്. ആ ആരോപണത്തിനകത്ത് വ്യക്തമായൊരു മോട്ടീവ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തെ നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ല. സത്യത്തെ ആരെല്ലാം നോക്കിയാലും ഒരു ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഈ സിനിജി, ഈ സംഭവം നടക്കുമ്പോൾ 8 വർഷം മുമ്പ് ഈ വിഷയം ഉണ്ടാവുമ്പോൾ ഞാനന്ന് വിജയ് സാറിൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പം ഈ വിഷയം പറഞ്ഞപ്പോൾ വിജയ് സാർ പറഞ്ഞു, ദിലീപിനോട് പറയേണ്ട ഒരൊറ്റ കാര്യം, ഞാനത് അയാളോട് പറയുകയും ചെയ്തു ഒരു അടുത്ത സുഹൃത്ത് നിലയ്ക്ക്. സത്യം സൂര്യനെ പോലെയാണ്. ഡോക്ടർക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. സത്യം സൂര്യനെ പോലെയാണ്. കാർമേഘ പഠനങ്ങൾ നീക്കി എന്നെങ്കിലും അത് പുറത്തു വരിക തന്നെ സത്യം. ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അദ്ദേഹം അത് കൃത്യമായി പലപ്പോഴും ഇന്റർവ്യൂസിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആ വാക്ക് ഉപയോഗിച്ച് ഞാൻ കണ്ടു. ഇപ്പോൾ അയാളുടെ ഭാഗം ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അത് മാധ്യമങ്ങൾ വിചാരണ ചെയ്യുന്നതോ ജനകീയ വിചാരണയോ ഒന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന നിയമ സംവിധാനം അത് ശരിയാണെന്ന് വെച്ചിരിക്കുന്നു, മുന്നോട്ട് വെച്ചിരിക്കുന്നു. നമ്മൾ എവിടെയാണ് വിശ്വസിക്കുക? നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഒരു ജനായത്ത ഭരണം നടപ്പാക്കുന്ന ഒരു സ്ഥലത്ത് ജനം പറയുന്നത് വിശ്വസിക്കണം, കോടതി പറയുന്നത് വിശ്വസിക്കണം. അതെ, നിയമം പറയുന്നത് വിശ്വസിക്കേണ്ടത്. ഇവിടെ ഒരു സംശയം കൂടെ, ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന ചില ആളുകൾ, ഇപ്പോൾ പേരെടുത്ത് പറയാനുള്ള ഭാഗ്യലക്ഷ്മി ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, കഴിഞ്ഞ ദിവസം പറയുകയാണ് ഈ പറയുന്ന കോടതി കൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ലല്ലോ, ഇത് താഴെക്കിടയിലുള്ള താഴെ തട്ടുള്ള കോടതിയല്ലേ, ഇനി എത്രയോ കോടതികൾ മുകളിലുണ്ട്, ഇതൊരു വലിയ പ്രശ്നമല്ലേ. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ചയിൽ വേടന്റെ ഒരു പ്രശ്നം പറയുന്നു. അപ്പോൾ വേടനെ ഏതാണ്ട് കോടതി കുറ്റവിമുക്തനാക്കിയല്ലോ, അപ്പോൾ ദിലീപിനെയും കുറ്റവിമുക്തനാക്കിയില്ല. അല്ല, വേടൻ വേറെ, ദിലീപ് വേറെ. ദിലീപിന്റെ കേസിൽ ഇത് താഴെക്കിടയിലുള്ള ഒരു കോടതി മാത്രമേ ഉള്ളൂ, ഇനി കോടതികൾ നിൽക്കണം. അപ്പോൾ ഭാഗ്യലക്ഷ്മി ഇത്രയും കോൺഫിഡൻസോടെ പറയുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം ആളുകളെങ്കിലും വിശ്വസിക്കും, ശരിയാണ് ഇത് താഴെയിലുള്ള ഒരു ചെറിയ കോടതിയുടെ വിധി മാത്രമേ ഉള്ളൂ, യഥാർത്ഥത്തിൽ ദിലീപ് കുറ്റക്കാരനാണെന്ന്. ഇങ്ങനെയാണോ ശരിക്കും? അങ്ങനെയല്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇത് ഒരുപാട് കാലമെടുത്ത് പ്രോസിക്യൂഷൻ മുഴുവൻ ഡോക്യുമെൻസും അതിനകത്ത് ഈ ഒരു പർട്ടിക്കുലർ കേസിനകത്ത് മനസ്സിലാക്കണം, ഗവൺമെൻറ്റിൻ്റെ സർവ്വശക്തി ഉപയോഗിച്ച് അതിനെ ഏറ്റവും കഴിവുള്ളവരെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നായിരിക്കും നടത്തിയിട്ടുള്ളത്. അവർ എല്ലാവിധത്തിലും അന്വേഷിച്ച് എടുക്കാവുന്ന സംഭവങ്ങളെല്ലാം എടുത്ത് അവർ കോടതിയുടെ മുന്നിൽ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കോടതിയുടെ മുന്നിൽ നിർത്തിയപ്പോഴത്തേക്കും അതിനെ ഡിഫൻസ് അഡ്വക്കേറ്റ്, ദിലീപിൻ്റെ സൈഡിലുള്ള അഡ്വക്കേറ്റ് ശക്തിയുക്ത എതിർക്കുന്നുണ്ട്. അതല്ല ഇതാന്ന് പറയാനായിട്ട് പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറുണ്ട്. അവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ മാത്രമാണ് ആ റോളുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ജഡ്ജിന് വളരെ കൃത്യം അറിയാൻ പറ്റും. അപ്പോൾ ജഡ്ജി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഓരോ തെളിവുകളും, ഇപ്പം നമ്മുടെ കയ്യിൽ തെളിവില്ല, ജഡ്ജ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ജഡ്ജി ഓരോ തെളിവുകളും നോക്കി ആ തെളിവ് വാലിഡാണോ എന്ന് ഇവിടെ അവിടെ വാദിച്ചേക്കെന്ന് വെച്ച് നോക്കി ഓരോ തെളിവുകളും വാലിഡാണോ എന്ന് നോക്കി എന്നിട്ടാണ് ഒരു ജഡ്ജ്മെൻറ്റ്, വളരെ ബൃഹത്തായ ഒരു ജഡ്ജ്മെൻറ്റാണ്. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മുകളിൽ ഹൈക്കോടതിയുണ്ട്.
അപ്പോൾ സെഷൻസ് കോർട്ട് കഴിഞ്ഞ ഹൈക്കോടതിയുണ്ട്. പക്ഷേ ഹൈക്കോടതിയിൽ ഒരിക്കലും ഒരു ട്രയലില്ല. ഹൈക്കോടതിയുടെ അകത്തേക്ക് ഒരു സാക്ഷിക്കോ ഒരു വാദിക്കോ ഒരു പ്രതിക്കോ കയറാൻ പറ്റത്തില്ല. ഓ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അതെ, അത് സാധാരണക്കാർക്ക് അറിയില്ല. അല്ല, അതിനകത്തോട്ട് കയറാൻ പറ്റൂല. അവരുടെ ഒരു അഡ്വക്കേറ്റ് പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടാൽ മാത്രം ഒരാൾക്ക് വല്ല ഒരു പാസ് കൊടുത്ത് കയറിയിരിക്കുക. അവിടെ പിന്നെ എന്താണ്, കക്ഷിക്ക് ഇരിക്കാനായിട്ടൊരു സീറ്റോ ഒന്നുമില്ല. ട്രയലില്ല. ട്രയൽ എന്ന് പറഞ്ഞ സംഭവം ഹൈക്കോടതിയിലില്ല. ഈ ചെയ്തിരിക്കുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമായ നിയമത്തിന്റെ തെറ്റ് പറ്റിയിട്ടുണ്ടോ, പിഴവുണ്ടോ, ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉണ്ടോ, ഈ ഒരു കാര്യം മാത്രമേ ഹൈക്കോടതി നോക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇവിടുന്ന് ഇത് പിന്നെ ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റും അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള നിയമം വെച്ചിട്ട് അപ്പം എനിക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫിയർ ഓഫ് ഫേവർ ഒന്നുമില്ല. ഇപ്പൊ റോബിന് ഈ ആരോപിതനെ അറിയാം, പക്ഷെ ഞാനൊരു അധ്യാപകൻ മാത്രമാണ്. ഞാൻ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു അധ്യാപകൻ മാത്രം. ആരോപിതനല്ല, കുറ്റവിമുക്തനെ എനിക്കറിയാം. അതെ, അപ്പൊ എനിക്കിത് അറിയത്തില്ല, ഇയാളെ അറിയത്തില്ല. അപ്പൊ എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് പലപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് അറിയാവുന്ന നിയമം വെച്ചിട്ട്, അപ്പൊ എനിക്ക് ഇന്നത്തെ അറിയാവുന്ന നിയമം വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ ഹൈക്കോടതിക്ക് ഇതിന്റെ മുകളിൽ എന്ന് വെച്ചാൽ ഈ പിന്നെ കോൺസ്പിറസി തെളിയിക്കാനും പറ്റൂല, മോട്ടീവ് തെളിയിക്കും, രണ്ട് സാധനം ഇതിനകത്ത് തെളിയിക്കാൻ പറ്റില്ല. അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഓഫ് ലോ റേസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളില്ല. അപ്പോൾ ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞാൽ 100% എന്താണ് ഇപ്പോഴത്തെ ജഡ്ജ്മെൻറ്റ് മാറ്റാൻ പറ്റൂല. ഇനി നമ്മൾ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വേറൊരു കടമ്പാടുണ്ട്. അപ്പോൾ സ്റ്റേറ്റിന് വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോവാം. ഈ സ്റ്റേറ്റ് തന്നെയല്ലേ തെളിവ് കൊടുത്തത്, സ്റ്റേറ്റിന്റെ ആൾക്കാർ തന്നെയല്ലേ തെളിവ് കൊടുത്തത്. അപ്പൊ ഈ ഒരു തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ ഈ ക്രിമിനൽ കുറ്റത്തിലെ? അല്ല, പുതുതായിട്ട് തെളിവ് കൊണ്ടുവരാൻ ഇല്ല, ഇതിലെടുക്കാത്തൊരു തെളിവ് പിന്നെ കൊണ്ടുവരാൻ പറ്റില്ല. കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു അപ്പൊ കൊടുക്കണമായിരുന്നു, വേറൊരു തെളിവ് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഒരു ഇതുപോലെ ഒരു ക്രിമിനൽ കുറ്റം, ഒരു കൊലപാതകം നടക്കുക, ഒരു റേപ്പ് നടക്കുകയാണെങ്കിൽ അതിന്റെ വാദി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് വിക്ടിം എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ വിറ്റ്നസ് നമ്പർ 1 ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ യഥാർത്ഥ പരാതിക്കാരൻ എന്ന് പറയുന്ന ആരാ? സ്റ്റേറ്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ് ആണ് ഇത് കോടതിയുടെ മുന്നേ അവതരിപ്പിക്കേണ്ടത്. സ്റ്റേറ്റ് എല്ലാ തെളിവുകളും കൊണ്ടുവന്ന് അവതരിപ്പിച്ചു കിട്ടുന്ന. കാരണം ഈ പോലീസിന്റെ മുഴുവൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തെളിയിച്ചു. അപ്പം അതിനുശേഷം എന്താണ്, അതല്ല എന്ന് ദിലീപിന്റെ ആൾക്കാർക്ക് തെളിയിക്കാനും പറ്റി. പക്ഷെ ഇനി ഹൈക്കോടതി പോയാലും ഇപ്പോഴത്തെ ഇതിനകത്തൊരു മോട്ടീവ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, കോൺസ്പിറസി തെളിയിക്കാനും പറ്റിയിട്ടില്ല. ഇനി ഇത് ഹൈക്കോടതി പോയാലും ഒരു കാരണവശാലും ഇനി ഈവൻ 1% പോലും ഇതിനകത്തൊരു നിൽക്കത്തില്ല. സുപ്രീം കോടതി പോയാലും ഇതിന്റെ മുകളിൽ ഒരു 1% പോലും നിൽക്കത്തില്ല. പക്ഷെ നിരന്തരമായി ഈ വിക്ടിം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ കോർട്ടിൽ എനിക്ക് വിശ്വാസമില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ കോർട്ടിൽ എനിക്ക് വിശ്വാസം. ഇന്നിപ്പം ഒരു പ്രമുഖ പത്രം അവരുടേതായ ഒരു കുറിപ്പായിട്ട് ആദ്യമായിട്ട് അവരൊരു കുറിപ്പായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അതിൽ അവർ പറയുന്നത് വെച്ചാൽ ഈ കോർട്ടിൽ മുമ്പേ മുതൽ എനിക്ക് വിശ്വാസമില്ല, കോർട്ട് മാറ്റണം എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ വിശ്വാസമില്ലായ്മ എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? അല്ല, അതൊരു കാര്യമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? അല്ല, അതിനൊരു ഇപ്പൊ ഈ പിന്നെ ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ് ഈ പിന്നെ അതൊരു നമ്മൾ DK എന്ന് പറയുന്ന ഡണ്ണിങ് ആൻഡ് ക്രൂഗർ എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് അവരുടെ അജ്ഞത, അമിതമായ ആത്മവിശ്വാസം, ഇമോഷൻ വെച്ചിട്ട് പറയുകയാണ്. അവിടെ ഒരു സ്ഥാനമില്ല, നിയമത്തിന്റെ മുന്നേ, സൈക്കോളജിയുടെ മുന്നേ ഇതില്ല. അപ്പൊ കാരണം ഇവിടെ വിദഗ്ധരുണ്ട്. കേരളത്തിൽ എത്ര നിയമവിദഗ്ധര് ഈ ജഡ്ജ്മെന്റ് തെറ്റാണെന്ന് പറഞ്ഞു. അതെ, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇന്നലെ എന്റെ ഭാര്യ UK ഒരു ക്ലയന്റ് അവർ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ദിലീപിനെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കും. അപ്പോൾ അയാളെ വെറുതെ വിട്ടത് ഭയങ്കര മോശമായി പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ ഭാര്യ ചോദിക്കുന്നു, ദിലീപിനെ നിങ്ങൾക്കറിയാമോ? ഇല്ല. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ? ഇല്ല. പിന്നെ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത കണ്ടിട്ട് എനിക്ക് ദിലീപ് കുറ്റക്കാരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുകയാണ്, അത് യാഥാർത്ഥ്യമാണോ? കോടതി പറയുന്നതല്ലേ ശരി, അതല്ലേ തെളിവുകൾ വെച്ചിട്ടല്ലേ കോടതി വെറുതെ വിട്ടത്. അപ്പൊ നോക്കുമ്പോൾ ഒരു സൊസൈറ്റിയുടെ ഒരു ചിത്രമായിട്ട് എനിക്ക് തോന്നിയത് അവരങ്ങനെ വിചാരിക്കുന്നു. നമ്മുടെ ഈ പണ്ട് മംഗളം മനോരമയിലൊക്കെ വായിക്കുന്ന കഥകളില്ലേ, അവിടെ ഒരു വില്ലനെ അവർ പ്രതീക്ഷിക്കുന്നു. ആ വില്ലൻ അവസാനം ശിക്ഷിക്കപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു സിനിമ പോലെ ഇവിടെ ആ സൊസൈറ്റിയുടെ സാമൂഹിക മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഇയാൾ വില്ലനാണെന്ന് ഫ്രെയിം ചെയ്തിട്ട് അയാൾ ശിക്ഷിക്കപ്പെടണമെന്ന് അവരങ്ങ് തീരുമാനിക്കുന്നു. അപ്പൊ കോടതിക്ക് എന്ത് പ്രസക്തി? ഞാൻ തുടക്കത്തിൽ ചോദിച്ചാണ്. റോബിൻ, അതിനകത്ത് പറയാനുള്ളത് ഈ റിയൽ ആയിട്ടുള്ള ഒരു റേപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ
നിസ്സഹായായ അതിജീവിതയുടെ കൂടെ നിൽക്കാനായിട്ടുള്ള സത്യമായ കേസാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിനൊരു തീർച്ചയായിട്ടും. മോറൽ റെസ്പോൺസിബിലിറ്റി ഉറപ്പായിട്ടുമുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഈ കേസിലല്ല ഞാൻ പറയുന്നത്. ബിൽ കോസ്ബി 2018 ബിൽ കോസ്ബിയുടെ കേസ് വന്നു അമേരിക്കയിൽ അല്ലെ, സമാനമായിട്ടുള്ള കേസ്. ശരിക്കും പറഞ്ഞാല് ഈ നമ്മുടെ ദിലീപിന്റെ ഒരു അപരനാണ് ഈ ബിൽ കോസ്ബി എന്ന് പറയുന്ന സിംഹാടൻ, US പെൻസിൽവാനിയയിൽ നടന്ന കേസ്. അപ്പൊ അതിനകത്ത് 2018 അദ്ദേഹത്തിന്റെ വൈഫാണ് വലിയ പ്രശ്നം ഉണ്ടാക്കി. ഇവിടെ ഇദ്ദേഹത്തിന്റെ കേസ് പോലെ തന്നെ വൈഫാണ് വലിയ പ്രശ്നം ഉണ്ടാക്കി, കോളിലൊക്കെ ഇട്ട് അതൊക്കെ മൾട്ടിപ്പിൾ റേപ്സ് എന്നൊക്കെ പറഞ്ഞ് പൂർണ്ണമായിട്ടും തെളിവുകളൊക്കെ കൊടുത്ത് ജൂറീസിനെ ബോധ്യപ്പെട്ട് ഇദ്ദേഹത്തെ ഗിൽറ്റി ആണെന്ന് പറഞ്ഞ് ശിക്ഷിച്ചു. അപ്പോൾ അദ്ദേഹം അപ്പീൽ പോയി. പെൻസിൽവാനിയ സുപ്രീം കോർട്ടാണ് തെളിവുകൾ പരിശോധിച്ചതിന് ശേഷം, എല്ലാ തെളിവുകളും പരിശോധിച്ചതിന് ശേഷം ഇത് മുഴുവനും ഫാൾസ് അക്യൂസിഷൻ ആണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ റിലീസ് ചെയ്തു. സെയിം കേസ്, സിമിലർ കേസ്, ഓൾമോസ്റ്റ് സിമിലർ കേസ്. ഈ കൊട്ടേഷൻ റേപ്പ് എന്ന് മാത്രമല്ല, ഇദ്ദേഹം നേരിട്ട് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ആ കേസ് മുഴുവനും വന്നത്. ഞാനിവിടെ വേറൊരു സംഭവം പറയാം. ഇപ്പോൾ നമ്മൾ ഈ അതിജീവിത എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കേരളത്തിൽ പറഞ്ഞിരിക്കുന്ന മീഡിയ ഒരുപാട് അതിജീവിത ഇമോഷൻസ് ഉണ്ടാക്കിയെന്നുള്ളത്. അതിജീവിതയുടെ കൂടെ നിൽക്കേണ്ട ഉത്തരവാദിത്തം. ഒരു ജെനുവിൻ അതിജീവിതയുടെ കൂടെ നമ്മളെല്ലാം നിൽക്കണം. ഞാൻ വേറൊരു അതിജീവിതയുടെ, എൻ്റെ ഒരു സുഹൃത്ത് അഡ്വക്കേറ്റിൻ്റെ, അതിനോട് പറഞ്ഞൊരു കഥ പറയാം. എന്താണെന്ന് വെച്ചാൽ കേരളത്തിലൊരു മേജർ സിറ്റിയിൽ ഒരു നല്ല റിയൽ എസ്റ്റേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, അത് പല വീടുകളുണ്ട്. അപ്പം അയാളെ ഒരു ഹണി ട്രാപ്പിൽ പെടുത്തി ഒരു യുവതി. അപ്പോൾ അവരുടെ കൂടെ 5-6 പേരുമുണ്ട്. അങ്ങനെ ഹണി ട്രാപ്പിൽ പെടുത്തി ഇയാളുടെ തന്നെ വിൽക്കാനൊക്കെ ഇട്ട് വെച്ചിരുന്ന എല്ലാം ചെയ്തിരുന്ന 10-20 സെൻറ്റ് സ്ഥലമൊക്കെ ഉള്ളൊരു വില്ല, ആ വില്ലയിൽ വെച്ച് ഇവരെ അങ്ങോട്ട് ക്ഷണിച്ച് ശാരീരിക ബന്ധമൊക്കെ നടന്നു. ശാരീരിക ബന്ധം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ ഈ പറഞ്ഞ കയ്യിലുള്ള ബാഗിനകത്ത് നേരത്തെ തന്നെ കരുതിയിരുന്ന, ഇവരുടെ കൂട്ടത്തിൽ തന്നെ ആരുടെയോ ബ്ലഡ് കളക്ട് ചെയ്ത, നമ്മളെ ഈ ബ്ലഡ് ഉപയോഗിക്കുന്ന ബാഗിനകത്ത് ഉണ്ടായിരുന്നു. അത് ഈ വീഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ ബാത്റൂമിലേക്കൊണ്ട് പോയ നേരത്തിന് ഇവരിതെടുത്ത് ദേഹത്തോടെല്ലാം ഒഴിച്ച് ഭയങ്കര കരഞ്ഞു, വലിയ ബഹളം ഉണ്ടായി, ചത്തുപോവുകയോ എന്നൊക്കെ പറഞ്ഞു കരഞ്ഞു ബഹളം ഉണ്ടാക്കി. ഇയാൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇതൊരു ഭയങ്കരമായിട്ട് കിടന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട്, അപ്പം ഇയാൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അയാളുടെ സിറ്റുവേഷൻ. അയാൾ കുറ്റക്കാരനാണ്, ഓക്കെ, പക്ഷേ അവിടെ റേപ്പല്ലല്ലോ, ഇയാളുടെ കയ്യിൽ നിന്ന് കാശൊക്കെ വാങ്ങിച്ചിട്ടുള്ള സംഭവമാണ്. ഉടനെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വിളിച്ചപ്പോഴത്തേക്ക്, ഈ പെണ്ണ് കിടന്ന് വിളിച്ചപ്പോഴത്തേക്ക്, ഫോണിൽ വിളിച്ചപ്പോഴത്തേക്ക് ഇവരുടെ സഹായികൾ ആംബുലൻസുമായിട്ട് കൊണ്ടുവന്ന് കയറ്റിക്കൊണ്ട് പോയി. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ട് അപ്പം അഡ്മിറ്റായി. അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും വയറുവേദന വേറെ ചില കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. കാരണം ഇയാളില്ല, പ്രതി എന്ന് പറയുന്ന അക്യൂസ്ഡ് ആയിട്ടുള്ള ആളതിൻ്റെ കൂടെ ഇല്ല. അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് അവിടെ കിടക്കുമ്പോൾ ഇവർ നെഗോഷിയേറ്റ് ചെയ്തു. അവസാനം ഇയാൾക്ക് ഈ വീടും സ്ഥലവും കൂടെ ആ പെണ്ണിൻ്റെ പേരിൽ എഴുതി കൊടുക്കേണ്ടതായിട്ട് വന്നു. കേസ് ഒത്തു തീർക്കാനായിട്ട് ഒറ്റ രാത്രി കൊണ്ട്. ഇത് എഴുതി കൊടുക്കാനായിട്ട് അവിടെ എഴുതി കൊടുത്ത് വാങ്ങുമ്പോൾ ഒപ്പിടണമല്ലോ. അന്നേരം ഭംഗിയായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് വരികയും സംഭവം നടന്നു. അതെന്താണ് അവിടുത്തെ ആ അതിജീവിതയുടെ സ്റ്റാറ്റസ് എന്തുവാണ്? ഒരു 3-4 കോടി വില വരാവുന്ന പ്രോപ്പർട്ടി ഒറ്റ രാത്രി കൊണ്ട് സ്വന്തം പേരിൽ, അതും ഒരു അതിജീവിതയാണല്ലോ. കേസായിട്ട് വരുമായിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി പോയില്ല. പക്ഷെ ഇയാൾക്കത് അറിയത്തില്ലല്ലോ. ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുട്ടി, ഇവിടെ ഈ കേസ് അങ്ങനെയാണെന്നല്ല നമ്മൾ പറഞ്ഞു. അല്ല, ഞാൻ പറയുന്നത് അതും ഒരു കോൺസ്പിറസിയാണ്. അതും ഒരു കോൺസ്പിറസിയാണ്. നമുക്ക് കേരളത്തിൽ ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഹൈക്കോടതിയിൽ വരുന്നതിനകത്ത് എത്ര കേസുകളാണ് ഫോൾസ് അക്യൂസിഷൻ വന്നിട്ട്? 100 കണക്കിന് കേസുകൾ. പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്ത 100 കണക്കിന് കേസുകൾ. അവിടെ അതിജീവിതമുണ്ട്, ഇതുമുണ്ട്. പക്ഷേ ഹൈക്കോടതിയിൽ വരുമ്പോഴത്തേക്കും കൺസെൻറ്റോട് കൂടി ചെയ്തതാണ്. എത്ര കേസുകളാണ് വരുന്നത്? അപ്പം നമ്മളിങ്ങനെ ഇവർ അറിയപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് പിന്നെ ഇദ്ദേഹം ധാർഷ്ട്യം കാണിച്ചു എന്ന് പറയുന്നതോ കൊള്ളാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് അത് വെച്ചിട്ട് ഈ ഒരു സ്ഥാനത്തിൽ ആരോപിക്കാൻ പറ്റത്തില്ല. നിയമത്തിന്റെ മുന്നേ തെളിയിക്കണമെങ്കിൽ എന്താ? ഡോക്ടർ ഒരു കാര്യം ഡോക്ടർ പറഞ്ഞു വരുന്ന അത് വിഷയത്തിലേക്കാണ് വരുന്നത്. ദിലീപ് പറയുന്നു ഇതിനകത്ത് യഥാർത്ഥത്തിൽ കൾപ്രിറ്റ് പോലീസാണ്, അല്ലെങ്കിൽ അങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്. ഇപ്പം ഡോക്ടർ പറയുന്നു പിന്നെ പ്രോസിക്യൂഷന് മുന്നിൽ വന്ന തെളിവുകൾ വെച്ചിട്ടാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്, കേസ് വാദിക്കുന്നത്. ആ തെളിവുകൾ എവിടുന്നാണ് വന്നത്? പോലീസ് നൽകിയ തെളിവുകളാണ്. അപ്പം ദിലീപ് പറയുന്നതും നമ്മൾ ഈ മറ്റുള്ളവർ പറയുന്നതൊക്കെ ഒരു സ്ഥലത്തേക്കാണ്. അപ്പൊ എവിടെ നിന്നാണ് പിഴവ്? അല്ല, ഇത് ഈ നിയമത്തിനകത്തൊരു കാര്യം പറയുന്നത് ഫ്രെയിംഡ് എന്ന് പറയും. അപ്പൊ പോലീസ് ഫ്രെയിം ചെയ്തു. പോലീസിന് ഇങ്ങനൊരു സിറ്റുവേഷനിൽ അവർക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയോ കേസ് ഫ്രെയിംഡ് ഉണ്ട്. 100 കണക്കിന് കേസ് ഫ്രെയിംഡ് ഉണ്ടല്ലോ ഇവിടെ. അപ്പം ഫ്രെയിംഡ് ആയിട്ട്
ഇതൊരു എന്താണ്, അയാളെ മനഃപൂർവ്വമായിട്ട് തന്നെ ജയിലിൽ വിടാനായിട്ട് അയാളുടെ കരിയർ എന്നേക്കും അവസാനിപ്പിക്കാനായിട്ട്, ബിൽ കോസ്ബിയുടെ കേസിനകത്ത് അത് തന്നെ അയാളുടെ കരിയർ എന്നേക്കുമായിട്ട് തീർക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞ പോലെ ഇയാളുടെ മൂവി കരിയർ എന്നേക്കും തീർക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്പിറസി ആണെങ്കിലോ, അങ്ങനെ ഒരു മോട്ടീവ് ഉണ്ടായിരുന്നെങ്കിലോ, അങ്ങനെ ഒരു മോട്ടീവ് ഉണ്ടായിരുന്നെങ്കിലോ, അതിന് പിന്നിൽ ആരായിരിക്കും? അപ്പോൾ അതാ അതിന് പിന്നിൽ ആരായിരിക്കും? ഇറ്റ് കുഡ് ബി എനിബഡി. അത് അന്വേഷിക്കണമെന്നാണ് ദിലീപ് ആവശ്യപ്പെടുന്നത്. അതാണ് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞ കൗണ്ടർ കോൺസ്പിറസി എന്ന് പറയുന്നത് അങ്ങനെ വരാവുന്ന അങ്ങനെ കൗണ്ടർ ഒരാളായിരിക്കണമെന്നില്ല. അങ്ങനെ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാലേ, ഈ അവർ പറയുന്ന എന്തെങ്കിലും ജനം വിശ്വസിക്കണമെങ്കിൽ അവർ വക്കാലത്ത് അതിജീവിത ഒപ്പിട്ട് കൊടുത്ത വക്കാലത്ത് കാണിച്ചാലേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നത് കേരള ഗവൺമെൻറ്റാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ഫുൾ ഉത്തരവാദിത്വത്തോടു കൂടി നിയമിക്കുന്നതാണ്. അപ്പോൾ ഇത്ര വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കേസ് ആയതുകൊണ്ട് കേരള ഗവൺമെൻറ് അത്രയും കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആളെ തന്നെ അവിടെ നിയമിക്കും. ഇനി മറ്റൊരു അഡ്വക്കേറ്റിനെ വരുവാണെങ്കിൽ തന്നെ പ്രോസിക്യൂഷന് വേണമെങ്കിൽ അനൗദ്യോഗികമായി സംസാരിക്കാൻ പറ്റത്തില്ല കോടതിയിൽ. പുറത്ത് സംസാരിക്കാമോ? അല്ല, സഹായിക്കാനുള്ള രീതിയിൽ സഹായിക്കാനായിട്ട് എന്തെങ്കിലും പേപ്പർ കൊടുക്കുകയോ തെളിവ് കൊടുക്കുകയോ ചെയ്യാന്നല്ലാതെ, എന്നാൽ അവരെ എന്താണ് ഈ പ്രതിയെ റെപ്രസെന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വാദിയെ റെപ്രസെന്റ് ചെയ്തിട്ടോ മീഡിയയോട് സംസാരിക്കാൻ പറ്റൂല അവർക്ക്. തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക. അത് തെറ്റാണ്. അത് അഡ്വക്കേറ്റ്സ് ആക്ടിന് എഗനിസ്റ്റ് ആണ്. എന്തുകൊണ്ട് ഇതൊരു ആരും ചൂണ്ടിക്കാട്ടിയില്ല? ഇവർക്ക് ആർക്ക് അതെന്ന് വെച്ചാൽ ഇവർക്ക് വക്കാലത്നാമ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കോടതിക്ക് പരിശോധിക്കേണ്ട വിഷയമാണത്. വളരെ ഗുരുതരമായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ സംസാരിക്കാൻ ഈ പറ്റില്ല. വിധി പ്രഖ്യാപിക്കുന്നതിന് ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് ഈ അതിജീവിതയുടെ അഭിഭാഷക എവിടെ, അതിജീവിതയുടെ വക്കീൽ എവിടെയെന്ന് കുറെ തവണ കോടതി ചോദിച്ചു. പക്ഷെ അവിടെ ഹാജരായില്ല എന്നൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ വേറൊരു കാര്യമാണ്, അവിടെ വക്കാലത്നാമ ഉണ്ടെങ്കിൽ ആ ജഡ്ജ്മെന്റിനകത്ത് ലാൻഡ് കൗൺസിൽ എന്നും പറഞ്ഞ് ഇവരുടെ പേര് എഴുതിയേക്കും. ജഡ്ജ്മെന്റിനകത്ത് നോക്കിയിട്ട് കോടതി എഴുതുമ്പോഴത്തേക്കും ലാൻഡ് കൗൺസിൽ എന്നും പറഞ്ഞിട്ട് ഇവരുടെ പേര് എഴുതേണ്ടതാണ് അല്ലേ? എഴുതിയിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതില്ലാതെ കോടതിക്കകത്ത് സംസാരിക്കാൻ സിനിമ കഥയല്ലത്, കോടതിക്കകത്ത് നടക്കുന്ന സിനിമ കഥയല്ല. പിന്നെ നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം എന്താണ്, ഈ ഫ്രെയിംഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. ഈ പറഞ്ഞ ഒരു ഈ ഫ്രെയിംഡ് ആകാനായിട്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് മോട്ടീവ് ഒരു വിധത്തിലും തെളിയിക്കാൻ പറ്റൂല ഇതിനകത്ത്. ഒരു വിധത്തിലും കാരണം മോട്ടീവ് ഇല്ല. നോ മോട്ടീവ് ഇല്ലാത്ത സംഭവം എങ്ങനെ തെളിയിക്കാൻ പറ്റും? അത് പറ്റത്തില്ല. ഇനിയിപ്പോൾ ഇത് ഫ്രെയിംഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഭയങ്കര സീരിയസ് ആയിട്ട് ഒഫൻസാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണോ കൺട്രോൾ ചെയ്ത പോലീസ് ഓഫീസർ, ഫ്രെയിം ചെയ്ത മാസ്റ്റർ പോലീസ് ഓഫീസർ IPC സെക്ഷൻ 167 കള്ള തെളിവുകൾ കൊടുത്ത ഒരാളെ ശിക്ഷിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആദ്യം അകത്ത് പോകുന്ന ആളായിരിക്കും. ഇവനൊരു കാര്യം, ഒരു വില്ലേജ് ഓഫീസർ നിങ്ങളുടെ പ്രോപ്പർട്ടിയെക്കുറിച്ച് തെറ്റായിട്ട് എഴുതി വെച്ചാൽ പോലും, ഡോക്യുമെന്റ് എഴുതി വെച്ചാൽ പോലും ഈ വകുപ്പ് കയറി പിടിക്കും. 167 IPC സെക്ഷൻ 167 കയറി പിടിച്ചു കഴിഞ്ഞാൽ തെളിയിക്കപ്പെട്ടാൽ ഇത് വളരെ സിമ്പിളാണ്. ഇന്നത്തെ കാലത്ത് നീതി കൈയെത്തുന്നിടത്ത് എന്താണെന്ന് ആൾക്കാർ അറിയുകയാണെങ്കിൽ, നമുക്കിപ്പം ഈ സംഭവം നടന്നപ്പോൾ ഇതിൻ്റെ ദിലീപിന് അറിയാമല്ലോ. അപ്പോൾ ദിലീപിന് എത്ര ബോധ്യം ഉണ്ടെങ്കിൽ ദിലീപ് എന്താ ചെയ്യേണ്ടത്? പോലീസ് സ്റ്റേഷനിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനെ കൊണ്ട് തയ്യാറാക്കി ഇദ്ദേഹം ഒപ്പിട്ടൊരു പരാതി കൊടുക്കുക. ആ പരാതി അവരന്വേഷിക്കണം. അവിടെ വരുമ്പോൾ ഏത് ADGP ആണെങ്കിലും ഏത് ജഡ്ജാണെങ്കിലും ആരായാലും പ്രതിയാണ്. അപ്പോൾ അവർ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടില്ലെങ്കിൽ ഒരു 30 ദിവസത്തിനകത്ത് അവർ ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ പരാതി കൊടുക്കണം. ഇതിന് രണ്ടിനും റെസിപ്റ്റ് വേണം. ഇപ്പൊ രണ്ടാമത് കൊടുത്ത പരാതിക്കും റെസിപ്റ്റ് വെച്ചുകൊണ്ട് കൊടുത്ത് എന്നിട്ട് 1 മാസത്തിനകത്ത് നടക്കുന്നില്ലെങ്കിൽ, ഇത് നമ്മൾ ദിലീപിന്റെ കേസിൽ മാത്രമല്ല, എല്ലാ കേസിലും, ഒരു സാധാരണക്കാരന്റെ കേസിൽ പോലും ഇതാണ് ചെയ്യേണ്ടത്. എല്ലാ കേസിലും ഇപ്പൊ ഒരു പോലീസുകാരൻ നമ്മൾ വഴിയിലിട്ട് തല്ലിയാലും ആവശ്യമില്ലാത്ത തെറി വിളിച്ചാലും എല്ലാം ഇത് തന്നെയാണ്. ആദ്യം നമ്മൾ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് കൊടുക്കുന്നു. മറുപടി ഇല്ലെങ്കിൽ, എന്നിട്ട് നമുക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നേരെ അവിടുത്തെ മജിസ്ട്രേറ്റ് കോർട്ടിൽ കൊടുക്കുകയാണ്. മജിസ്ട്രേറ്റ് കോർട്ടിൽ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് അതിന് തക്ക തെളിവുകൾ കൊടുക്കും. മജിസ്ട്രേറ്റിന് ചുമ്മാ മടക്കാൻ പറ്റത്തില്ല, ഓപ്പൺ കോർട്ടാണ്. ഉടനെ തന്നെ മജിസ്ട്രേറ്റ് ഉത്തരവിടും ഇത് അന്വേഷിക്കുന്നത്. അപ്പോൾ ഉത്തരവിട്ട് കഴിഞ്ഞാൽ അവർക്ക് FIR എടുത്തേ പറ്റുള്ളൂ. FIR എടുത്തു കഴിഞ്ഞാൽ ഏത് DGP ആണെങ്കിലും ആരാണെങ്കിലും ഈ പറഞ്ഞതുപോലെ പിന്നെ വന്ന് ജാമ്യം എടുക്കണം. ജാമ്യം കിട്ടാത്ത വകുപ്പുണ്ടെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് പോവുകയാണ്. പിന്നെ ഇൻവെസ്റ്റിഗേഷനാണ്.
പിന്നെ ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പോൾ ഈ ക്രിമിനൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡബിൾ എഡ്ജഡ് സോഡാണ്. അത് വളരെ സൂക്ഷിച്ച്, അപ്പോൾ ഓരോ പോലീസ് ഓഫീസറും അറിയേണ്ട കാര്യം, ഞാനത് പോലീസ് ട്രെയിനിങ് കോളേജിൽ ഒരുപാട് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും തെറ്റായ ഒരു ഇംപ്ലിക്കേഷനിൽ ഒരാൾ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കിട്ടാണ് തിരിച്ചു വരുന്നത്. അതെ, 167 വെച്ചിട്ട്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആരാണോ അതിൻ്റെ ഫ്രെയിം ചെയ്യാനായിട്ട് വന്ന, അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞത്, ഇപ്പം പിന്നെ നിങ്ങൾ ആരാന്ന് പറഞ്ഞത്, ADGP ചുമതലയുള്ള IPS ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കേട്ടത് കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ADGP ഈ കേസ് മാത്രമല്ല ഫ്രെയിംഡ്, വേറെ കേസുകളിലും ഫ്രെയിംഡ് ആയിട്ട് കേൾക്കുന്നുണ്ട്, ആരോപണമുണ്ട്. പല കേസുകൾ, 1-2 കേസല്ല, 2-3 കേസല്ല, അവരുടെ കരിയറിൽ പല സ്ഥലത്തും ഈ ഫ്രെയിംഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട് ഇതേ പേര് തന്നെയാണ് ഉയർന്നത്. അല്ല, പല കേസിനകത്തും ഈ ഫ്രെയിംഡ് എന്ന് പറയുന്ന സംഭവം ആരോപണം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊക്കെ അവർക്ക് ഇത് പോകാനായിട്ടുള്ളൊരു അറിവോ കഴിവോ ഇല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിനെതിരെ പോകാനുള്ളൊരു കഴിവിൻ്റെ കുറവൊക്കെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ ഇതിനകത്ത് അങ്ങനെ അല്ലല്ലോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ട് ഇദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്, ഇത് വെച്ചിട്ട് കേസെടുക്കുക വേണ്ട. കേസെടുത്ത് കഴിഞ്ഞാൽ ഈ പിന്നെ 167 IPC 167 വെച്ചിട്ട് അവർക്ക് നല്ല ചാർജ് നിൽക്കുകയും തന്നെയല്ല, നമുക്ക് അറിയാവുന്ന കേസല്ലേ, എല്ലാവർക്കും പിന്നെ അറിയാവുന്ന കേസല്ലേ നമ്പിനാരായണന്റെ കേസ്. സുപ്രീം കോടതി കോമ്പൻസേഷൻ കൊടുക്കാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ ഹൈക്കോർട്ടിൽ കോമ്പൻസേഷൻ നീങ്ങാം ദിലീപിന്, സുപ്രീം കോടതിയിൽ നേരിട്ട് വേണേൽ നീങ്ങാം. ഇതൊന്നുമില്ലാതെ പിന്നെ ഒരു നടന്റെ കരിയർ മുഴുവൻ കളഞ്ഞൊരു സംഭവം, അത് തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്ന നീതിയുടെ സ്ഥാനത്ത് നിന്നിട്ട് നമ്മളൊരു ഊഹാപോഹങ്ങളിൽ നിൽക്കുകയല്ല. അയാൾ എത്രയോ ദിവസങ്ങൾ എന്നോട് ഒരു പ്രാവശ്യമല്ല 10-25 പ്രാവശ്യം അയാൾ ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് എന്നോട് ഒറ്റയ്ക്കിരുന്ന് എത്രയോ മണിക്കൂറുകൾ സംസാരിച്ചിട്ടുണ്ടെന്നറിയോ. അയാൾ അനുഭവിച്ച വേദനകൾ, ഒരു പക്ഷേ ആ പ്രയാസങ്ങൾ, ഫ്രെയിം ചെയ്ത അവസ്ഥകളൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും കോടതി കുറ്റവിമുക്തനാക്കിയിട്ടും ദിലീപിനെതിരെ വീണ്ടും ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള വിവിധ ആൾക്കാർ പല മേഖലകളിലും സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഈ കോടതിയിലെ വിധി ഇപ്പോഴും ശാശ്വതമല്ല, ഇതൊരു താൽക്കാലിക വിധിയാണെന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കാൻ ഇത്തരത്തിലുള്ള അജ്ഞതയുണ്ടെന്ന് സാറ് തന്നെ പറഞ്ഞ ആൾക്കാർ ആത്മവിശ്വാസത്തിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഇതിനൊരു മാറ്റം വേണ്ടേ? അതിന് ആരാണ് നടപടി എടുക്കേണ്ടത്? അല്ല, ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ജഡ്ജ്മെന്റിനെ വളച്ചൊടിച്ച് ജഡ്ജ്മെന്റിനെ പിന്നെ കുറ്റം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കോട്ടലക്ഷ്യമാണ് അല്ലേ. ഇനി ഏതാനും ദിവസത്തിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ വസ്തുനിഷ്ഠമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം അവർക്കെതിരെ കേസ് വരും. ആരായിരിക്കും കേസ്? കോടതി അല്ല, കേസ് അല്ലാതെ തന്നെ ആൾക്കാർ പരാതിപ്പെടും, കേസ് വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വ്യവസ്ഥാതമായ ഒരു രീതിയിലൂടെ, അത് വളരെ ഓപ്പൺ കോർട്ടിലല്ലേ എല്ലാം ചെയ്തേക്കുന്നത്. അവർ ചെയ്തേക്കുന്ന ആ ജഡ്ജി ചെയ്തേക്കുന്ന ആ ജഡ്ജ്മെന്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഹൈക്കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ കേസിനെ കുറിച്ച് ക്ലാസ്സിൽ പഠിപ്പിക്കാം, ഒരു ജനറൽ പോളിസിയെ കുറിച്ച് പറയാം. പക്ഷെ ആ ജഡ്ജി കറപ്റ്റ് ആണെന്നോ അങ്ങനെ അല്ലല്ലോ. ഇതെന്തുകൊണ്ടാണ് അവിടെ മോട്ടീവ് ഇല്ല എന്നുള്ളത്? മോട്ടീവ് ഇല്ലാന്ന് തന്നെയാണ്. അപ്പൊ വീണ്ടും ജനങ്ങളിലേക്ക് ഈ സാധനങ്ങൾ ഇഞ്ചക്ട് ചെയ്തിട്ട് ദിലീപിനെതിരായിട്ടുള്ള ഒരു വികാരം മനഃപൂർവ്വം ക്രിയേറ്റ്. അപ്പൊ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇതൊരു ഫോൾസ് പ്രൊപ്പഗണ്ട അല്ലേ? അതെ, 100% ഫോൾസ് പ്രൊപ്പഗണ്ട അല്ലേ? അതെ. അപ്പൊ ഇതിന്റെ പുറകില് ആരൊക്കെയോ നിന്നിട്ട് ശക്തമായ ഒരു ഫോൾസ് പ്രൊപ്പഗണ്ട വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും വരത്തില്ല, ഒരു ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം വീണ്ടും വരത്തില്ലല്ലോ. ഇല്ല. അപ്പോൾ ശക്തമായ ഒരു പോലീസ് പ്രൊപ്പഗണ്ടയുണ്ട്. എനിക്ക് തോന്നുന്നു അത് ആ രീതിയിൽ തന്നെ നേരിടണം. ആ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന, അല്ലെങ്കിൽ പോസ്റ്റ് ഇടുന്ന ആളുകളും ഇതിനെക്കുറിച്ച് ചാനലിരുന്ന് സംസാരിക്കുന്ന ആളുകളും മറ്റു ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളും ഒക്കെ ശ്രദ്ധിച്ചുകൊള്ളുക. അതെ, അത് കുഴപ്പമുണ്ടാക്കും അല്ലേ? അതിനെക്കുറിച്ച് നമുക്ക് അതിന്റെ വിശദാംശങ്ങളോട് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ഇത് തെറ്റിദ്ധാരണാജനകമാണ്, ഇത് നിയമ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതാണെന്നാണ് ഇപ്പൊ സാറ് പറയുന്നത്. നമുക്ക് കാത്തിരിക്കാം ഇതിന്റെ തുടർന്ന്. കേരളത്തിൽ ഒരൊറ്റ പിന്നെ നിയമവിദഗ്ധൻ പോലും, ജെന്യുവിൻ നിയമവിദഗ്ധൻ പോലും ഒരാളും ഇങ്ങനെ സംസാരിക്കുന്നില്ല. അത് സംസാരിക്കാൻ പറ്റൂല. കാരണം എന്നറിയോ? ദർ ഇസ് നോ മോട്ടീവ്. എല്ലാ അഡ്വക്കേറ്റ്സിനും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ദർ ഇസ് നോ മോട്ടീവ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ശക്തമായൊരു ക്യാമ്പയിൻ, എനിക്കറിയത്തില്ല, നിങ്ങളാണ് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. ശക്തമായൊരു ക്യാമ്പയിൻ നടക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് മുഴുവനും ഒരു കൗണ്ടർ ഫ്രെയിം ചെയ്ത് ഇയാളെ ശിക്ഷിക്കാനായിട്ടും ശിക്ഷിച്ചില്ലെങ്കിലും ഇയാളെ നശിപ്പിക്കണം എന്ന് വിചാരിച്ചൊരു പ്രൊപ്പഗണ്ടയാണെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മനസാക്ഷി എവിടെ പോകുന്നു? അതും ഒരു അധർമ്മമല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്,
കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ, ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.